വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്, സാമ്പത്തിക ശാസ്ത്രമാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ, ഈ അടുത്ത് നടന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? അപ്പോൾ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ച ഡേറ്റ് ചോദിക്കാറുണ്ട്. 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ചിരുന്നു. അപ്പോൾ സാമ്പത്തിക ആസൂത്രണം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? ദേശീയ ആസൂത്രണ സമിതിയാണ്. ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? ദേശീയ ആസൂത്രണ സമിതിയാണ്. അതിലെ പ്രഥമ അധ്യക്ഷൻ, ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷനായിട്ട് ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് 1938 ഒക്ടോബറിൽ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. അപ്പോൾ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നത് എന്നാണ്? 1938 ഒക്ടോബറിലാണ് അത് സ്ഥാപിക്കുന്നത്. ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. 1931 INCയുടെ കറാച്ചി സമ്മേളനത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയം ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നായിരുന്നു. 1931 INCയുടെ സമ്മേളനത്തിൻ്റെ വിഷയം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നായിരുന്നു. ഇന്ത്യയിൽ ഒരു സംഘം വ്യവസായികൾ ബോംബെയിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി അല്ലേ? അപ്പോൾ ചോദിക്കാറുണ്ടല്ലോ, ബോംബെ പദ്ധതി എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയിൽ ഒരു സംഘം വ്യവസായികൾ ബോംബെയിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. GRD ടാറ്റ, ഘനശ്യാമദാസ് ബിർള, അർദേഷിർ ദലാൽ, ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്, അർദേഷിർ ദരാബ്ഷാ ശ്രൂഫ്, പുരുഷോത്തമദാസ് താക്കൂർദാസ്, ജോൺ മത്തായി തുടങ്ങിയവരായിരുന്നു ഇതിൽ പങ്കെടുത്ത വ്യവസായികൾ. അപ്പോൾ ആരൊക്കെയായിരുന്നു ഇതിൽ പങ്കെടുത്ത വ്യവസായികൾ? ആരൊക്കെയാണ്? GRD ടാറ്റ, ഘനശ്യാമദാസ് ബിർള, അർദേഷിർ ദലാൽ, ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്, അർദേഷിർ ദരാബ്ഷാ ശ്രൂഫ്, പുരുഷോത്തമദാസ് താക്കൂർദാസ്, ജോൺ മത്തായി തുടങ്ങിയവരായിരുന്നു ഇതിൽ പങ്കെടുത്ത വ്യവസായികൾ. അപ്പോൾ മലയാളിയായ വ്യവസായി ആരാണ്? ജോൺ മത്തായി ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് 1938 സുഭാഷ് ചന്ദ്രബോസ് ആണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്ന് പറയുന്നത് ഇതാണ്, ദേശീയ ആസൂത്രണ സമിതിയാണ്. അതിലെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി 1938 INC സമ്മേളനം നടത്തുന്നത് സുഭാഷ് ചന്ദ്രബോസ് നടത്തുന്നത് അല്ലേ? അത് പ്രകാരമാണ് ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നത്. 1931 INCയുടെ വിഷയം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നായിരുന്നു. ഇനി ഇന്ത്യയിൽ ഒരു സംഘം വ്യവസായികൾ ബോംബെയിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനു വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. അതിലുണ്ടായിരുന്ന വ്യവസായികൾ നമ്മൾ പഠിച്ചു. അതിൽ GRD ടാറ്റയും അതുപോലെ തന്നെ ജോൺ മത്തായും ഇമ്പോർട്ടൻ്റായി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ കണ്ടതാണ് അല്ലേ? 2025 ഈ അടുത്ത് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? പ്രൊഫസർ VK രാമചന്ദ്രനാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ.
ഇനി സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത് എന്നാണ് 1967 സെപ്റ്റംബറിലാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊള്ളുന്നത്. 1967 സെപ്റ്റംബറിലാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത്. സംസ്ഥാനത്തെ വിഭവങ്ങളെ വിലയിരുത്തി വളർച്ചാ മുൻഗണനകളുടെ അടിസ്ഥാനത്തിൽ വികസന പദ്ധതികൾ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുകയെന്നതാണ് ബോർഡിൻ്റെ ലക്ഷ്യമെന്നാണ്. സംസ്ഥാനത്തെ വിഭവങ്ങളെ വിലയിരുത്തി വളർച്ചാ മുൻഗണനകളുടെ അടിസ്ഥാനത്തിൽ വികസന പദ്ധതികൾ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്നതാണ് ബോർഡിൻ്റെ ലക്ഷ്യം. എല്ലാ വർഷവും സംസ്ഥാനത്തിന് സമഗ്ര സാമ്പത്തിക അവലോകനം പുറത്തിറക്കുന്നത് ആസൂത്രണ ബോർഡാണ്. അപ്പോൾ എന്താണ് ആസൂത്രണ ബോർഡ് ചെയ്യുന്നത്? എല്ലാ വർഷവും സംസ്ഥാനത്തിൻ്റെ സമഗ്ര സാമ്പത്തിക അവലോകനം പുറത്തിറക്കുന്നു. ഇനി എന്താണ് നമ്മൾ പറഞ്ഞത്? സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്നത് കൂടിയാണ് ഈ ബോർഡിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു അല്ലേ. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതും ബോർഡിൻ്റെ ചുമതലകളിൽ പെടുന്നതാണ്. അപ്പോൾ ബോർഡിൻ്റെ ചുമതലകളിൽ പെടുന്ന ഒരു കാര്യം എന്താണ്? പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുക, അവ നടപ്പിലാക്കുക, നിരീക്ഷിക്കുക എന്നിവയൊക്കെ എന്താണ്? ഈ ബോർഡിൻ്റെ ചുമതലകളാണ്. പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിനും ഉപദേശത്തിനുമുള്ള അഭ്യർത്ഥനകൾക്ക് മറുപടി നൽകുന്നതും ആരാണ്? ആസൂത്രണ ബോർഡാണ്. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതും വിവിധ വകുപ്പുകളിൽ നിന്ന് നിർദ്ദേശത്തിനും ഉപദേശത്തിനുമുള്ള അഭ്യർത്ഥനകൾക്ക് മറുപടി നൽകുന്നതും ആരാണ്? ആസൂത്രണ ബോർഡാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? പ്രൊഫസർ VK രാമചന്ദ്രനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത് 1967 സെപ്റ്റംബറിലാണ്. അപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത് ഏതാണ്? 1967 സെപ്റ്റംബറിലാണ്. സംസ്ഥാനത്തെ വിഭവങ്ങളെ വിലയിരുത്തി വളർച്ചാ മുൻഗണനകളുടെ അടിസ്ഥാനത്തിൽ വികസന പദ്ധതികൾ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്നതാണ് ബോർഡിൻ്റെ ലക്ഷ്യം. അപ്പോൾ ബോർഡിൻ്റെ ലക്ഷ്യം എന്താണ്? സംസ്ഥാനത്തെ വിഭവങ്ങളെ വിലയിരുത്തി വളർച്ചാ മുൻഗണനകളുടെ അടിസ്ഥാനത്തിൽ വികസന പദ്ധതികൾ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്നതാണ് ബോർഡിൻ്റെ ലക്ഷ്യം. എല്ലാ വർഷവും സംസ്ഥാനത്തിൻ്റെ സമഗ്ര സാമ്പത്തിക അവലോകനം പുറത്തിറക്കുന്ന ആരാണ്? ആസൂത്രണ ബോർഡാണ്. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ബോർഡിൻ്റെ ചുമതലകളാണ്. അപ്പോൾ ബോർഡിൻ്റെ ചുമതലകളും ലക്ഷ്യങ്ങളും പഠിച്ചു വയ്ക്കുക കേട്ടോ. പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതും വിവിധ വകുപ്പുകളിൽ നിന്ന് നിർദ്ദേശത്തിനും ഉപദേശത്തിനുമുള്ള അഭ്യർത്ഥനകൾക്ക് മറുപടി നൽകുന്നതും ആസൂത്രണ ബോർഡാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പറയുന്നവയിൽ മഹാരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? മഹാരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് നോക്കിയേ. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഏതാണ്? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. ഏത്? മഹാരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്താണ്? മഹാരത്ന പദവിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഓക്കെ, അപ്പോൾ മഹാരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. ഓക്കെ, 1, 2 ആണ് ശരി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ ശേഷി സൃഷ്ടിക്കുന്നതിനും ഉദാരവൽക്കരണ കാലത്തിൽ കൂടുതൽ കാര്യക്ഷമമായി മത്സരിക്കുന്നതിനും വേണ്ടി അവയ്ക്ക് മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നിങ്ങനെയുള്ള പദവികൾ നൽകാൻ 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് എന്നാണ് 2010 ഇങ്ങനെയുള്ള ഏതൊക്കെ പദവികളാണുള്ളത്? മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നിങ്ങനെയുള്ള പദവികൾ 2010 കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ ശേഷി സൃഷ്ടിക്കുന്നതിനും ഉദാരവൽക്കരണ കാലത്തിൽ കൂടുതൽ കാര്യക്ഷമമായി മത്സരിക്കുന്നതിനും വേണ്ടിയാണ് ഈ 3 പദവികളിലെ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് പറയുന്ന പദവികൾ 2010 കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്.
ഇന്ത്യയിൽ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ളത്? മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ളത് എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ്? 14 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ. ഈ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഭരണനിർവഹണ ചുമതലയും സ്വയം ഭരണാധികാരവും നൽകി. ഈ സ്ഥാപനങ്ങൾക്ക് എന്താണ്? കൂടുതലായിട്ടുള്ള ഭരണനിർവഹണ ചുമതലയുണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്വയം ഭരണാധികാരവും ഉണ്ടായിരിക്കും. അപ്പോൾ മഹാരത്ന ക്ലിയർ ആയല്ലോ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കമ്പനീസ് ഏതൊക്കെയാണ്? മഹാരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതൊക്കെയാണ്? റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡാണ്. ഇനി എന്തിനാണ് ഈ 3 പദവികളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് പറയുന്ന 3 പദവികളുണ്ട്. 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ ശേഷി സൃഷ്ടിക്കുന്നതിനും ഉദാരവൽക്കരണ കാലത്തിൽ കൂടുതൽ കാര്യക്ഷമമായി മത്സരിക്കുന്നതിനും വേണ്ടി അവയ്ക്ക് മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നിങ്ങനെ പറയുന്നുള്ള പദവികൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ 14 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഭരണനിർവഹണ ചുമതലയും സ്വയം ഭരണാധികാരവും നൽകി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പറയുന്നതിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? നോക്കിയാൽ കുറേ കണ്ട ക്വസ്റ്റ്യനാണ്. നമ്മൾ എക്കണോമിക്സ് മാത്രമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് കണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നോക്കാം, ഏതൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തതാണല്ലേ ചോദിച്ചിരിക്കുന്നത്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സഹകരണ ഫെഡറലിസം വളർത്തുക. നോക്കിയേ, ഓപ്ഷൻ ബി ആണ് നമുക്ക് തെറ്റായിട്ടുള്ള ആൻസർ. നമ്മളത് വായിക്കുന്നില്ല കേട്ടോ. തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുക. അറിവ്, നവീകരണം, സംരംഭ പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാനൊക്കെ എന്താണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ? സഹകരണ ഫെഡറലിസം വളർത്തുക, തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുക, അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കുക. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നത് ഏതാണ്? നീതി ആയോഗ് ആണല്ലേ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ്. ഏത് ഇയറാണ് ചോദിക്കാറുണ്ടല്ലോ. ഇതാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത് 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത് എന്നാണ്? 2014 ഓഗസ്റ്റ് 17 അതിനുശേഷമാണല്ലേ നീതി ആയോഗ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് എപ്പോഴും നീതി ആയോഗിൻ്റെ അധ്യക്ഷനായിരിക്കാം. ഇപ്പോഴത്തെ ആരാണ്? അപ്പോൾ നരേന്ദ്രമോദി ആയിരിക്കുമല്ലോ അല്ലേ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഗുള്ളറാണ്. സിന്ധുശ്രീ ഗുള്ളറാണ് ആദ്യത്തെ അധ്യക്ഷൻ. നരേന്ദ്രമോദിയാണ് ആദ്യത്തെ CEO. സിന്ധുശ്രീ ഗുള്ളറാണ്. ഇനി നീതി ആയോഗിൻ്റെ നിലവിലെ CEO ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ചോദിക്കാറുണ്ട്. ഇതൊക്കെ പഠിച്ചിരിക്കുക. നീതി ആയോഗിൻ്റെ എല്ലാ ആൾക്കാരെയും പഠിച്ചിരിക്കുക. CEO എന്ന് പറയുന്നത് ആരാണ്? PVR സുബ്രഹ്മണ്യമാണ്. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ K ബെറിയുമാണ്. ഓക്കെ, അപ്പോൾ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഗുള്ളറാണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? PVR സുബ്രഹ്മണ്യമാണ്. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ K ബെറിയുമാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സഹകരണ ഫെഡറലിസം വളർത്തുക, അതുപോലെ തന്നെ തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുക, അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കുക. ഇനി ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്നത് ഏതാണ്? നീതി ആയോഗാണ്. നിലവിൽ വന്നത് 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിടുന്നത് 2014 ഓഗസ്റ്റ് 17 പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. എപ്പോഴും നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയും ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഗുള്ളറുമാണ്. ഇനി നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? PVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO PVR സുബ്രഹ്മണ്യമാണ്. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ K ബെറിയുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നതിൽ ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം?
ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം? ഏതാണ്? കാർഷിക വരുമാനമാണ്. ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം ഏതാണ്? കാർഷിക വരുമാനമാണ്. അപ്പോൾ എന്താണ് ആദായ നികുതി എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തികളുടെ വരുമാനത്തിനു മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത്. വ്യക്തിഗത ആദായ നികുതി എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനം സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നികുതികൾ എന്ന് പറയുന്നത്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനം സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതികൾ എന്നറിയപ്പെടുന്നത്. നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതികളെ പ്രത്യക്ഷ നികുതികൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതികൾ എന്ന് വെച്ചാൽ എന്താണ്? നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ, നികുതി ചുമത്തപ്പെടുന്നതാണെങ്കിലും അതുപോലെ തന്നെ നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഒരാൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അത്തരം നികുതികളെയാണ് പ്രത്യക്ഷ നികുതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രത്യക്ഷ നികുതികൾ? ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി എന്നിവ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. വ്യക്തിഗത ആദായ നികുതി അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി എന്നിവ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. എന്താണ് പരോക്ഷ നികുതി? എന്താണ്? ഒരാളുടെ മേൽ ചുമത്തുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നികുതിയാണ് പരോക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നികുതിയാണ് പരോക്ഷ നികുതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനമാണ് കാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് വ്യക്തിഗത ആദായ നികുതി എന്ന് പറഞ്ഞാൽ? വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഇനി എന്താണ് നമ്മൾ നികുതികൾ എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനം സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതികൾ എന്നറിയപ്പെടുന്നത്. നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതികളെ പ്രത്യക്ഷ നികുതികൾ എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് പ്രത്യക്ഷ നികുതികൾ? ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി എന്നിവ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇനി പരോക്ഷ നികുതി എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ മേൽ ചുമത്തുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നികുതിയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേബാളിനെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക. നേബാൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നേബാളിനെ കുറിച്ച് പറയുക. നോക്കിയേ, 1982 നേബാൾ നിലവിൽ വന്നത് അല്ലേ? 1982 നിലവിൽ വന്നത്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ടാണ് ഈ നബാർഡ് നിലവിൽ വന്നത്. ഇവിടെ നമുക്ക് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്ടോ? അപ്പോൾ നമുക്ക് ശരിയായത് 1982 നിലവിൽ വന്നത്. 1982 ജൂലൈ 12 മുംബൈ ആസ്ഥാനമായിട്ട് നിലവിൽ വന്നത്. നേബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12 ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മുംബൈ ആണ് അല്ലേ? നേബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നേബാർഡ് എന്ന് പറയുന്നത്. കാർഷിക ഗ്രാമീണ വികസനത്തിനായുള്ള ദേശീയ ബാങ്ക് എന്നതാണ് നേബാർഡിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ നേബാർഡിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ് അല്ലേ? അതായത് കാർഷിക ഗ്രാമീണ വികസനത്തിനായിട്ടുള്ള ദേശീയ ബാങ്ക് എന്നാണ് നേബാർഡിൻ്റെ പൂർണ്ണരൂപം. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായ വികസനം, കൈത്തൊഴിൽ വികസനം, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് നേബാർഡിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് നേബാർഡിൻ്റെ ലക്ഷ്യങ്ങൾ? കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായ വികസനം, കൈത്തൊഴിൽ വികസനം, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നിവയാണ് നേബാർഡിൻ്റെ ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായ വികസനം, കൈത്തൊഴിൽ വികസനം, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് നേബാർഡിൻ്റെ ലക്ഷ്യങ്ങൾ.
ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സവിശേഷ ബാങ്കുകൾ? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? സവിശേഷ ബാങ്കിന് ഉദാഹരണമാണ്. നബാർഡ് എന്നാണ് സവിശേഷ ബാങ്കിന് ഉദാഹരണമാണ്. എന്താണ് സവിശേഷ ബാങ്ക് എന്ന് വെച്ചാൽ ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന നബാർഡാണ്. നബാർഡിനെയാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത്. ഈ നബാർഡ് രൂപീകരിക്കുന്നത് ആരുടെ ശുപാർശ പ്രകാരമാണ്? ആരുടെയാണ്? BV ശിവരാമൻ കമ്മിറ്റി അല്ലേ? BV ശിവരാമൻ കമ്മിറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. BV ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കുന്നത്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? നബാർഡാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.